പൗലോസ്ലീഹ 14 വർഷത്തിന് ശേഷം ആരെയെല്ലാം കൂട്ടിയാണ് ജെറുസലേമിലേക്ക് പോയത്? ബാർണബാസിനെയും തീത്തോസിനെയും. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരുന്നത്? പത്രോസിന്. വിജാതീയരുടെ അടുത്തേക്ക് പൗലോസ്ലീഹായെയും ബാർണബാസിനെയും അയക്കുമ്പോൾ ആരെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ യാക്കോബും യോഹന്നാനും കേപ്പായും ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പാവങ്ങളെപ്പറ്റി. യഹൂദനായ നീ യഹൂദനെ പോലെ അല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? ആര് ആരോട് പറഞ്ഞു? പൗലോസ്ലീഹ കേപ്പായോട്. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. പൗലോസ്ലീഹായുടെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം ആരിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രനിൽ.